ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബൾക്കിംഗ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ആണ്. അപ്പോൾ ബൾക്കിംഗ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ മണൽ റിവർ സാൻഡിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എം സാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് ഒരിക്കലും കുറഞ്ഞു വരത്തില്ല, കൂടി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ റിവർ സാൻഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിവർ സാൻഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ 4.75 സീവ് വെച്ചിട്ട് സീവ് ചെയ്ത റിവർ സാൻഡാണ് ഉള്ളത്. ഇനി ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കണ്ടെയ്നറിനെ നമ്മൾ ആദ്യം വെച്ചിട്ട് കണ്ടെയ്നറിൻ്റെ എം ടി വെയിറ്റ് എടുക്കുക. എം ടി വെയിറ്റ് നമ്മൾ ബാലൻസ് ഇപ്പോൾ നമ്മൾ 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നർ വയ്ക്കുക. ഇതിൻ്റെ എം ടി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 0.882 kg ആണ്, അല്ലെങ്കിൽ 882 ഗ്രാം. നമ്മൾ എം ടി വെയിറ്റ് എടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് റിവർ സാൻഡ് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സ്പെസിഫിക് ആയിട്ട് ചെയ്ത പോലെ തന്നെയാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 സെൻറ്റിമീറ്റർ നമ്മളത് മെഷർ ചെയ്യേണ്ട, ഒരു ഓൾമോസ്റ്റ് 5 സെൻറ്റിമീറ്റർ സാൻഡ് ഇടുക. ഏകദേശം 5 സെൻറ്റിമീറ്റർ സാൻഡ് ഇട്ടിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ടാമ്പ് ചെയ്യാം. നമ്മുടെ ടാമ്പിംഗ് റോഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ നീളവും 16 mm ഡയമീറ്ററുമാണ്. ഇതാണ് നമ്മുടെ ടാമ്പിംഗ് റോഡ്. ഈ ഒരു പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ടാമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച 5 സെൻറ്റിമീറ്റർ സാൻഡ് ഇട്ട് കഴിഞ്ഞ് ഇനി 25 പ്രാവശ്യം ഫ്രീ ഹാൻഡ് ടാമ്പ് ചെയ്യണം. 1 2 3 4 5 6 8 10 11 12 13 14 15 16 17 18 19 20 21 22 23 നമ്മളെ 25 ഒരു ലെയറിൽ നമ്മൾ 25 പ്രാവശ്യം ടാമ്പ് ചെയ്തു. ഇനി അടുത്ത ലെയർ ലെയർ ഫില്ല് ചെയ്തു. ഓരോ ലെയറും 25 ടൈംസ് സ്റ്റാമ്പിങ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് മണലിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. നമ്മൾ ആദ്യം എം ടി വെയിറ്റ് എടുത്തു. ഇനി 3 ലെയർ റിവർ സാൻഡ് ഫില്ല് ചെയ്ത വെയിറ്റ് എടുത്തു. നമുക്ക് രണ്ടാമത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 6.640 kg. അപ്പം നമ്മൾ ആദ്യം കണ്ടെയ്നറിൻ്റെ എം ടി വെയിറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ 3 ലെയർ റിവർ സാൻഡ് ഫില്ല് ചെയ്ത വെയിറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ എം ടി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 0.882 kg ആണ്, അല്ലെങ്കിൽ 882 ഗ്രാമാണ് എം ടി വെയിറ്റ്. നമുക്ക് റിവർ സാൻഡ് ഫില്ല് ചെയ്തപ്പോൾ 6.640 കിലോഗ്രാമാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എം ടി വെയിറ്റ്, അതായത് ഈ സാൻഡിൻ്റെ വെയിറ്റിൽ നിന്നും കണ്ടെയ്നറിൻ്റെ എം ടി വെയിറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സാൻഡിൻ്റെ മാത്രം വെയിറ്റ് കിട്ടും. അപ്പോൾ 5.758 kg എന്ന് കിട്ടും. സാൻഡിൻ്റെ മാത്രം വെയിറ്റിൻ്റെ 2% വാട്ടർ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ സാൻഡ്, അതായത് കണ്ടെയ്നർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെയിറ്റ് 5.758 ആണ്. അതിൻ്റെ 2% വാട്ടർ എന്ന് പറഞ്ഞാൽ 115 ml വെള്ളമാണ്. അപ്പോൾ നമ്മളിതിനെ ഈ റിവറിനെ 115 ml വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ സാൻഡിനെ വെച്ചിട്ട് ഇനി അതിൻ്റെ ഒരു സൈഡിലേക്ക് വെള്ളം ഒഴിക്കുക. വെള്ളം സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചിട്ട് ഈ സാൻഡും വെള്ളവും തമ്മിൽ ഒരു യൂണിഫോം കളർ ആവുന്നവരെ കൈ വെച്ച് മിക്സ് ചെയ്യും. ഇപ്പോൾ ഏകദേശം നമ്മുടെ മിക്സിങ് യൂണിഫോം കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മോൾഡിലേക്ക് ഫില്ല് ചെയ്യാൻ പോവുക. നമ്മൾ ഫില്ല് ചെയ്യുന്ന എപ്പോഴും ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ചെയ്യണം. ഒരു കാരണവശാലും നമ്മളിതിനെ കംപ്രസ് ചെയ്യുകയോ അല്ലാതെ ടാമ്പ് ചെയ്തോ ഒന്നും ചെയ്യാൻ പാടില്ല. ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം.
നമ്മൾ ടാമ്പിംഗ് റോഡ് വെച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യും. നമ്മൾ ആദ്യം എടുത്തതെന്ന് നമ്മൾ കുറച്ച് മണൽ ബാക്കി വന്നിട്ടുണ്ട്. ഇത് ബാക്കി വന്നത് ബൾക്കിംഗ് ആയതുകൊണ്ടല്ല, നമ്മൾ ആദ്യം ടാമ്പ് ചെയ്തിട്ടാണ് സാൻഡ് എടുത്തത്. ഇപ്പോൾ ടാമ്പ് ചെയ്യാതെ ഫില്ല് ചെയ്തത് കൊണ്ടാണ് മണൽ ബാക്കി വന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും ഇതിനകത്തേക്ക് എയർ ബബിൾ ഇപ്പോഴും ഉണ്ട്. ഇനി നമ്മൾ അതിൻ്റെ വെയിറ്റ് എടുക്കുന്നു. അപ്പം ആദ്യം നമ്മൾ MD വെയിറ്റ് എടുത്തു, എന്നിട്ട് കണ്ടെയ്നർ പ്ലസ് സാൻഡുമായിട്ടുള്ള വെയിറ്റ് എടുത്തു. അതിൽ നിന്നും കണ്ടെയ്നറും സാൻഡുമായിട്ടുള്ള വെയിറ്റിൽ നിന്നും നമ്മൾ കണ്ടെയ്നറിൻ്റെ MD വെയിറ്റ് മൈനസ് ചെയ്തു. റിവറിൻ്റെ മാത്രം വെയിറ്റ് എടുത്തിട്ട് അതിൽ 2% വാട്ടർ ആഡ് ചെയ്തിട്ട് കിട്ടിയ വെയിറ്റാണ് 5.582 kg. Please take the observation and calculation table and fill the readings as the experiment is going on. So here I have done one row of readings to give you an idea how you have to fill the table. W1 is the weight of dry sand. That means the reading you got before, the first reading you got, that is 6.64. That's the weight of sand and container minus the weight of container, that is 0.882. So 6.64 minus 0.882, you get 5.758. So you have to write it here along. W1 is equal to 5.758 kilogram. Now let's see the first row. Okay, first row is for 2% water added. So after that, write in the 2. You can write 5.582, which you got just before this. That is the weight of can plus the weight of the wet sand. That is the 2% of water added sand. That is 5.582. Then the next column is 4.7 kilogram. That is weight of loose wet sand. How you get it? That is 5.582 minus 0.882. That is the weight of container. So you get 4.7 kilogram for the weight of loose wet sand. Then the next column is weight of dry sand in wet sand of weight W2. That is there's a formula for that. So using this formula, that is W3 is equal to W2 divided by 1 plus x by 100. W2 is the weight you got right now, that is 4.7 kgs. X is the percentage of water, that is 2%. So 4.7 divided by 1 plus 2 divided by 100. So you will get the answer for W3 for the first row. So for 2% of water added, W3 is 4.608. Then we have to find the percentage bulking. So we have to refer another formula. The formula is given right here. That is W1 minus W3 divided by W3 into 100. So W1 is 5.75, which you got in the initial stage itself. Then W3 is the reading you got right now. So using those values, find the percentage bulking. Now we got the percentage bulking, that is 24.96%. So similarly, next stage is we are adding another 2% of water. So the total percentage of water added will be 4%. Then we again will add another 2% of water. So it will become 6. And so on, it will go like 2, 4, 6, 8, and it will go on like that. For each percentage of water, you have to find the percentage bulking. So where do we stop this experiment? It is like that. Is like this. The percentage bulking value will keep on increasing until one reading, and then the reading will decrease. So there will be a maximum reading for the percentage bulking. So after that maximum percentage bulking reading, you have to get two lower percentage readings. At that point, you can stop doing the experiment. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ സാൻഡിനെ തന്നെ തിരിച്ച് വീണ്ടും ട്രേയിലേക്ക് തട്ടിയിട്ട് ഇപ്പോൾ നമ്മൾ 2% ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും 4% വാട്ടറാണ് ആഡ് ചെയ്യാനുള്ളത്. 4% എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത സെയിം 115 ml വെള്ളം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 2% ഓൾറെഡി ഇതിനകത്തേക്കുണ്ട്. അപ്പോൾ വീണ്ടും 115 ചേർത്ത് കഴിഞ്ഞാൽ അത് 4% ആയിട്ട് മാറിക്കോളും. ഇതിനകത്തേക്ക് തട്ടിയിട്ട് എല്ലാ മണലും ഒന്നിച്ചിട്ടാണ് വീണ്ടും 4% ആഡ് ചെയ്യാനുള്ളത്. നമ്മൾ വീണ്ടും 4% വാട്ടർ ആഡ് ചെയ്തിട്ട് വീണ്ടും യൂണിഫോം കളർ ആവുന്നവരെ മിക്സ് ചെയ്യുക. നമ്മൾ 4% ആഡ് ചെയ്തപ്പോൾ ഏകദേശം യൂണിഫോം കളർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യാൻ പോവുകയാണ്.
ഫില്ല് ചെയ്യുക, ലെവൽ ചെയ്യുക. അപ്പോൾ ഇപ്പോഴും കുറച്ച് മണ്ണ് ബാക്കി വന്നിട്ടുണ്ട്, അതിൻ്റെ വെയിറ്റ് എടുക്കുക. നമ്മൾ 4% വാട്ടർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 5.311 kg ആണ്. അത് നോട്ട് ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ ഈ സാൻഡിനെ തട്ടിയിട്ട് അടുത്ത് 6% വാട്ടർ ആഡ് ചെയ്യുക. നമ്മൾ 6% വാട്ടർ ആഡ് ചെയ്തിട്ട് വീണ്ടും യൂണിഫോം കളർ ആവുന്നവരെ മിക്സ് ചെയ്യുക. നമ്മൾ 6% 115 ml തന്നെയാണ് ഓരോ പ്രാവശ്യം ആഡ് ചെയ്യേണ്ടത്. നമ്മൾ 6% വാട്ടർ ആഡ് ചെയ്തതും ഏകദേശം യൂണിഫോം കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും കണ്ടെയ്നറിലേക്ക് അത് ഫില്ല് ചെയ്യാൻ പോകും. ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലുള്ള കോമ്പാക്ഷൻ പാടില്ല. നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഇതിലേക്ക് ഫില്ല് ചെയ്യണം. നമ്മുടെ വെയിറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫിലോട്ട് അത് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഗ്രാഫ് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു ശകലം പോലും കോമ്പാക്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾ അതിലേക്ക് ഫില്ല് ചെയ്യണം. നമുക്ക് 6% വാട്ടർ ആഡ് ചെയ്തപ്പോൾ ഉള്ള വെയിറ്റ് നോട്ട് ചെയ്യാം. 5.348 kg. 6% ആഡ് ചെയ്ത് ഇനി അടുത്ത് നമ്മൾ സാൻഡിനെ വീണ്ടും തിരിച്ച് തട്ടിയിട്ട് 8% വാട്ടർ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് യൂണിഫോം കളർ ആവുന്നവരെ മിക്സ് ചെയ്യണം. കിട്ടിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 5.486 kg. ഇനി വീണ്ടും നമ്മൾ ഈ സാൻഡിനെ തിരിച്ച് തട്ടിയിട്ട് വീണ്ടും 115 ml ആഡ് ചെയ്തിട്ട് 10% വാട്ടർ ആഡ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. വീണ്ടും അതിലേക്ക് 10% വാട്ടർ ആഡ് ചെയ്യും. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കാൽക്കുലേഷൻ കൂടെ ചെയ്തു പോവുക. എന്നാലും നമുക്കത് ബൾക്കിംഗ് ആയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ ബൾക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 10% അല്ലെങ്കിൽ 12% അത് വാട്ടർ ആഡ് ചെയ്തിട്ട് എക്സ്പെരിമെൻറ്റ് നടത്താവുന്നതാണ്. പക്ഷേ വെയിറ്റിന് വേരിയേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ 2% വെച്ച് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ 10% വാട്ടർ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 5.496 kg. നമ്മൾ ഏകദേശം 10% വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞു. എല്ലാത്തിൻ്റെ വെയിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുക. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ വെയിറ്റ് വേരിയേഷൻ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ പ്രോസസ്സിങ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 10 എന്നുള്ളത് അടുത്ത 12% ആഡ് ചെയ്ത് വീണ്ടും ചെയ്യേണ്ടി വരും. വെയിറ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് ഈ പ്രൊസീജിയർ നിർത്താവുന്നതാണ്. To the part of drawing a graph. In the x-axis we will mark the percentage of water. Please check your lab manual water right in the x and y axis. So in the y axis it will be percentage of bulking. So I am roughly just showing how you are supposed to do it. So I am just marking like that. So draw the x and y axis. So here maybe I will write it like 2, 4, 34, 36 and 38. So draw the graph neatly, mark the x and y axis, then mark your points, mark the percentage of bulking you got for each percentage of water. So for 2 you got something around from like this. For percentage of water content you got the reading near something like this. For 6% here and 8% here, 10% here. Okay, so check your readings and mark the points, then
join these points. So we have to note that you don't need to join all the points together. You have to connect the points which are best fitting in this graph. So here you can see that, and it should be of a curve shape like this, just drawing roughly. So it should be, I should be able to connect it like this, and there is one point outside this graph, so no need to join it like this, and you will keep on taking it like a tangent. You have to take a tangent from here and you have to extend it downwards. Okay, you have to extend it downwards. Then this curve, either you can join the point, or either you can make the curve more smooth and join these 2 points. Okay, that's your discretion. And from where you get the maximum curve, take it to the y-axis and you will get maximum bulking percentage. Okay, and with respect to that, you have to mark the percentage of water also. Then in the result, it's asked about the bulking at zero bulking water content. So that's where this graph will meet at the x-axis, and you have to find this value also. Okay, so this much only I am intending to tell you how to draw the graph. So draw this graph very neatly, mark the x and y axis, mark the units, write everything neatly and submit to a lab record.